ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിൽ അഴിമതി നടന്നതായി ആരോപിച്ച് എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് യുഡിഎഫിന്റെ പ്രതിഷേധ മാർച്ച്. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയ നടപടികളിൽ ഗുരുതരമായ അഴിമതി നടന്നതായി ആരോപിച്ചാണ് യുഡിഎഫ് എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ എം പി ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കഴിവുകെട്ട ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പഞ്ചായത്ത് ഭരണമാണ് LDFന്റെ എടത്തുരുത്തി ഭരണമെന്ന് പറയേണ്ടി വന്നാൽ ഖേദമുണ്ട്. ഇവിടെ എല്ലാത്തിനും പാർട്ടിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ ന്യൂക്ലിയസ് അവരാണ് ഇത് ചക്രം തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു റോളുമില്ല. പഞ്ചായത്ത് സെക്രട്ടറി കടുത്ത സഖാവാണ്. എനിക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ അവിടെ ഇലക്ഷൻ ചുമതല ഉണ്ടായിട്ട് കോടി രൂപ ഈ എടത്തുരുത്തി പഞ്ചായത്തിന്റെ പൈസ കൊള്ളയടിച്ച് പോയ ആളാണ് പിണറായി വിജയൻ എന്ന കാര്യം മറക്കണം. 1.25 കോടി രൂപയെ ഞങ്ങൾ വന്നിട്ട് നേരത്തെ മുമ്പൊക്കെ വന്നതല്ലേ 3 മാസമായിട്ടുള്ളൂ. ഇപ്പൊ 35 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും. പഞ്ചായത്തിന് UDF ഗവൺമെന്റ് കൊടുക്കപ്പെടേണ്ട പണം മുഴുവൻ പൂർണ്ണമായും കൊടുക്കും. ആരാണ് പഞ്ചായത്തിന് സ്പിൽ ഓവർ വരുത്തിയത്? UDF ആണ്. 5 കൊല്ലം ഭരിച്ച LDF അവസാനത്തെ കൊല്ലം 1.25 കോടി രൂപ. അതേ ഫാറൂഖ് കൂടെ നിൽക്കുന്നില്ല പഞ്ചായത്ത് മെമ്പർമാരെ അറിയാലോ. പൊതുപണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും അഴിമതിയിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ടി.എൻ. പ്രതാപൻ ആവശ്യപ്പെട്ടു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഭൂമി വാങ്ങിയ നടപടികളിൽ സുതാര്യതയില്ലെന്നും പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാർ എടത്തുരുത്തി പഞ്ചായത്തിന് അനുവദിക്കാതിരുന്ന പദ്ധതി വിഹിതമായ 1.25 കോടി രൂപ ലഭിക്കാതിരുന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും LDF നേതൃത്വവും മൗനം പാലിച്ചെന്നും ഇപ്പോൾ UDF സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ടി.എൻ. പ്രതാപൻ ആരോപിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.